ന്യൂസിലാൻഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ആക്ടിവിറ്റികളിൽ ഒന്നാണ് ഫിഷിംഗ്. ന്യൂസിലാൻഡ് ഒരു ഐലൻഡ് രാജ്യമായതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും വളരെ എൻജോയ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഫിഷിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടങ്കി മൊവാന എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ന്യൂസിലാൻഡിലെ നോർത്ത് ഐലൻഡിലുള്ള മണവാട്ടു ഡിസ്ട്രിക്റ്റിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഫിഷിംഗ് സ്പോട്ടാണ് ടങ്കി മൊവാന. പാമസ്റ്റ് നോർത്തിൽ നിന്ന് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവാണ് ഇവിടേക്കുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ്. ഇതേപോലത്തെ 3-4 മീനുകളെ നമ്മൾ പിടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ UK നിന്ന് എൻ്റെ അനിയനും അവൻ്റെ വൈഫും ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ വന്ന സമയത്ത് അവൻ മസ്റ്റായിട്ടും ചെയ്യണമെന്ന് പറഞ്ഞൊരു ആക്ടിവിറ്റി ഫിഷിംഗ് ആയിരുന്നു. ജെഫിന് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ക്രേസാണ്. ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ അവൻ നാട്ടിൽ പിടിച്ച മീനുകളുടെയാണ് കേട്ടോ. അപ്പോൾ പാമസ്റ്റ് നോർത്തിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള നല്ലൊരു സേഫായിട്ടുള്ള ഫിഷ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്പോട്ട് എന്ന് പറയുന്നത് ടങ്കി മൊവാനയാണ്. ഞങ്ങളൊന്നും നോക്കിയില്ല, ഫിഷിംഗ് കലണ്ടറിൽ ടൈഡ് നോക്കിയിട്ട് നേരെ അങ്ങ് ഇറങ്ങി. അപ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൽ ടൈഡ് നോക്കിയിട്ട് വേണം മീൻ പിടിക്കാനായിട്ട്. ലോ ടൈഡ്, ഹൈ ടൈഡ് ഉണ്ട്. ആ ടൈഡ് ടൈമിങ് ഏറ്റവും ഫിഷിംഗ് ബൈറ്റുള്ള സമയം കലണ്ടറിൽ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി നമ്മൾ നേരെ ഇങ്ങ് ഇറങ്ങി. നമ്മൾ കുറച്ച് ബെയ്റ്റൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഇപ്പോൾ നെൽസൺ ചേട്ടൻ നിങ്ങൾക്ക് ബെയ്റ്റ് കാണിച്ചു തരും. ഈ കിട്ടിയ സ്ഥിതിക്ക് ഒരു വീഡിയോ ഇട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബെയ്റ്റൊക്കെ റെഡിയാക്കി ചൂണ്ടയിൽ കോർത്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കടലിലേക്ക് എറിയാൻ പോകണം കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്നത് ചാളയാണ്. ഇവിടെ ചാള നല്ലൊരു ബെയ്റ്റാണ്, പിൽച്ചാഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചാള നമ്മൾ മുറിച്ചിട്ട് അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട്, ഫ്രോസൺ ചാളയാണ്, അപ്പോൾ അത് പിടിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ നൂല് വെച്ച് നന്നായിട്ട് കെട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് 2-3 ഫിഷിംഗ് റോഡ്സ് ഉണ്ട്. ഇത് എല്ലാം സെറ്റ് ചെയ്ത് കടലിലേക്ക് എറിഞ്ഞ് കുത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി മീൻ പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്. നമ്മൾ മീൻ പിടിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ കേട്ടോ. രണ്ടാമത് അവിടെയുള്ളവന്മാരാണ് പിടിച്ചു കേട്ടോ. ആ നൈസ്, ഒരു കഹാവായി എന്ന് പറയുന്ന മീനെ അവർ പിടിച്ച് കയറ്റുന്നുണ്ട്. ഇവിടെ കൂടുതലും നമുക്ക് കിട്ടുന്നത് ഈ കഹാവായി ഉണ്ടോ. തീരത്ത് നിന്നത് ബീച്ചിൽ നിന്ന് നമ്മൾ ഇടുമ്പോൾ നമുക്ക് കൂടുതലും ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത് കഹാവായി എന്ന് പറഞ്ഞ മീനാണ്. ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ ഉമാരെല്ലാം ബീച്ചിലേക്ക് ഇറങ്ങും. പിന്നെ കളർഫുൾ ലൈഫാണ്. ഇതേ കണ്ടില്ലേ, കുറേ ഉമാർ ഡേർട്ട് ബൈക്കും ക്വാഡ് ബൈക്കും ഒക്കെ ആയിട്ട് ഓരോ ആക്ടിവിറ്റീസായിട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൊള്ളാം, അടിപൊളിയല്ലേ. അപ്പോൾ മീൻ വൈൽ നമ്മുടെ ഫോക്കസ് മാറിപ്പോയിട്ടില്ല. അതേ ജെഫി നമ്മുടെ ഫസ്റ്റ് മീനെ പിടിച്ച് കരക്കി കയറ്റുന്ന സീനുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം കുടുങ്ങിയുണ്ട്. നമ്മളും പിടിച്ചിരിക്കുന്നത് കഹാവായി ആണ്. അപ്പോൾ ഇതിന് ഓസ്ട്രേലിയൻ സാൽമൺ എന്ന് കൂടി ഒരു പേരുണ്ട് കേട്ടോ. ന്യൂസിലാൻഡിൽ കഹാവായി എന്ന് പറയുന്ന ഒരു മാവോരി പേരാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫസ്റ്റ് കഹാവായിനെ പിടിച്ച് കരക്കി കയറ്റുന്ന രംഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. താത്തിപ്പിടി, പുറകോട്ട് വരട്ടെ, പുറകോട്ട് വരട്ടെ, താത്തിപ്പിടി, താത്തിപ്പിടി, പുറകോട്ട് കയറി. നീ പുറകോട്ട് ഇറങ്ങി വാ, പുറകോട്ട് ഇറങ്ങി വാ. കേറിപ്പോട്ടെ, കയറ്റി വലിക്ക്. എടുക്ക്, വെള്ളം പോലെ. ന്യൂസിലാൻഡിലെ ആദ്യത്തെ കരയിൽ നിന്നുള്ള ചൂണ്ടയിട്ട് പിടുത്തു. ഇങ്ങോട്ട് നോക്കി, അടിപൊളി. അപ്പോൾ അവർ നെറ്റി കാണിച്ചാൽ കറക്റ്റ് ബൈറ്റ് ടൈംസ് ആണെന്ന് തോന്നിട്ടത്. അടുത്ത മീനെ തൊട്ടപ്പുറം എന്നവർ പിടിച്ച് കയറ്റുന്നുണ്ട്. പടപടാന്നാണ് ആൾക്കാർ പിടിച്ച് കയറ്റുന്നത്. അതായത് നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ട് എടുക്കുന്നതല്ല, നമ്മൾ പിടിച്ചതിൻ്റെ തൊട്ടപ്പുറം തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ അവർ പിടിച്ചാണ് ഇട്ടത്.
ജെഫി ഇവിടെ അടുത്തത് പിടിച്ചു കേട്ടോ. അടിപൊളി. ഇതേ അടുത്ത കാവായനെ ജെഫ് പിടിച്ച് കയറുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുറവന്മാരും വീണ്ടും അടുത്തതിനെ പിടിച്ചിട്ടുണ്ട്. ശരിക്കും ചാകര എന്ന് പറഞ്ഞ ചാകര കേട്ടോ. പിടിക്കുക പടപടാന്ന് എല്ലാവരും പിടിച്ച് കയറ്റുന്നേ. നൈസ്. നമ്മൾ അടുത്തത് ക്യാച്ച് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ അടുത്ത കാവായി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം 3 ആയിട്ടോ നമ്മുടെ കയ്യിൽ. ഇട്ട വഴിയാണല്ലോ അടിക്കണേ. എങ്ങനെയുണ്ട് ന്യൂസിലാൻഡിലെ ഫിഷിങ്? അടിപൊളി. എഴുതോ പിടിക്കുന്നു. നമ്മുടെ തൊട്ടപ്പുറം എന്ന പയ്യന്മാരുടെ ചൂടിൽ ഒരെണ്ണം കുടുങ്ങിയതായിരുന്നു. പക്ഷേ നൈസായിട്ടത് മിസ്സായിപ്പോയി അവന്മാർക്ക്. ഇപ്പോൾ ഒന്ന് കാം ഡൗൺ ആയി, ഒന്ന് ക്വയറ്റൻ ഡൗൺ ആയി. കുറേ ആളുകളൊക്കെ പോയി. നമ്മളും പയ്യെ വിട്ടാലോ എന്ന് ചിന്തിക്കുകയാണ്. കുറേ നേരമായി. നമ്മൾ രാവിലെ വന്നല്ലേ, ഇപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയി. അങ്ങനെ നമുക്ക് ഇന്നത്തെ ഫിഷിങ് അവസാനിപ്പിക്കാം. നമുക്ക് കിട്ടിയ ഫിഷിനെയൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതെ, നമ്മുടെ കവറിൽ നെൽസൺ ചേട്ടൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കത് നെൽസൺ ചേട്ടൻ ഇപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. വളരെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ന്യൂസിലാൻഡിൽ ജീവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസിലാൻഡിലെ ഫിഷിംഗ് എക്സ്പീരിയൻസ് ഒരു മസ്റ്റ് ട്രൈ ആണ്. ബട്ട് ബി സേഫ്. നിങ്ങൾ സേഫായിട്ട് ഫിഷ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും വലിയൊരു നന്ദി. ദിസ് ഈസ് ജെറിൻ സൈനിങ് ഓഫ്. താങ്ക് യു.